നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബാഴ്സലോണയിൽ തകർപ്പൻ തുടക്കമാണ് ലവിൻ യമാൽ ഇട്ടിരിക്കുന്നത്. യമാൽ ലിയോ മെസ്സിയെ മറികടക്കുമോ എന്നുള്ളത് ഫുട്ബോൾ ആരാധകർക്കിടയിലുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം ഡച്ച് ഇതിഹാസം മുൻ റയൽ മാഡ്രിഡ് താരം വെസ്ലി സ്നൈഡറോട് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നത് യെസ്, മെസ്സിയെ മറികടക്കാൻ അവന് പറ്റും, അത് പോസിബിളാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് കൂടുതൽ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്, കളിക്കാരങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെസ്സിയെ മറികടക്കാൻ യമാലിന് പറ്റുമെന്നാണ് സ്നൈഡർ പറയുന്നത്. നെതർലൻഡ്സിന് വേണ്ടി 134 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വെസ്ലി സ്നൈഡർ അയാക്സിലൂടെയാണ് തൻ്റെ സീനിയർ കരിയർ ആരംഭിച്ചത്. 2007 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർ മിലാൻ, ഗാലറ്റസറായി, OGC നീസ് തുടങ്ങിയ ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. ഏതായാലും ആ വെസ്ലി സ്നൈഡറാണ് ഇപ്പോൾ പറയുന്നത് ലിയോ മെസ്സിയെ മറികടക്കാൻ ലവിൻ യമാലിനെ കൊണ്ട് കഴിയുമെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, നമ്മൾ ലാമിൻ യമാൽ അടുത്ത മെസ്സി ആകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയിലാണല്ലോ. ലാമിൻ ഇപ്പോൾ ബാഴ്സലോണയിലെ പുതിയ മെസ്സിയാണ്. ലാമിൻ അങ്ങനെയാണ് അവിടെ ഉള്ളത്. ഒരിക്കലും അവനെ ക്ലബ്ബ് വിട്ടുപോകാൻ അവർ സമ്മതിക്കില്ല, അവനൊട്ട് പോവുകയുമില്ല, അതിനവൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ യമാലിനും മെസ്സിയുടെ ലെവലിലേക്ക് എത്താൻ പറ്റുമോ, മെസ്സിയെ മറികടക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ, മെസ്സിയേക്കാൾ ബെറ്റർ പ്ലെയർ ആകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇറ്റ്സ് പോസിബിൾ, അത് സാധ്യമാണ്. അവനെ കൊണ്ടതിന് കഴിയും. കാരണം ഫുട്ബോളേഴ്സ് എല്ലാ വർഷവും കൂടുതൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അവനുള്ളത് വളരെ ഹൈ ലെവലിലാണ് എന്നാണ് ഇപ്പോൾ വെസ്ലി സ്നൈഡർ പറയുന്നത്. അതോടൊപ്പം തന്നെ കാറ്റലൻ ക്ലബിൻ്റെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പെർഹാപ്സ് ലാവിന് ഇപ്പോൾ മെസ്സി ചെയ്ത പോലെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ ക്ലബ്ബ് വിട്ടേക്കാം. പക്ഷേ അത് ഒരു പുതിയ എക്സ്പീരിയൻസ് ഒക്കെ നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ 2025 നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്തൊരു 10 വർഷക്കാലത്തേക്ക് ലാമിൻ ബാഴ്സലോണയിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വെസ്ലി സ്നൈഡർ പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ലാമിന് ഇപ്പോൾ ചെറിയ പ്രായം മുതൽ അവിടെയുണ്ട്. ഓൾറെഡി അദ്ദേഹം അവിടെ ഫസ്റ്റ് ടീം പ്ലെയർ ആണ്. അതോടൊപ്പം തന്നെ ഫുട്ബോൾ ലോകത്ത് വളരെ വലിയ ഒരു സ്ഥാനം അവനിപ്പോൾ തന്നെ നേടിയിട്ടുണ്ട്. ഒരുപാട് പണം അവൻ ഉണ്ടാക്കുന്നുണ്ട്. അവനൊരു ബിഗ് സ്റ്റാർ ആണ്. സോ എന്തുകൊണ്ട് അവൻ ഇംഗ്ലണ്ടിലേക്കോ ജർമ്മനിയിലേക്കോ മറ്റെവിടേക്കെങ്കിലും പോയിക്കൂടാ എന്ന് പലരും ചോദിക്കും. പക്ഷേ ഞാൻ അതിലൊരു സെൻസും കാണുന്നില്ല. മികച്ച രൂപത്തിൽ തന്നെയാണ് അവനെ ബാഴ്സ ട്രീറ്റ് ചെയ്തത് എന്നുകൂടി വെസ്ലി സ്നൈഡർ പറഞ്ഞു വെക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.